അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ഏറ്റവും ബഹുമാനവും സ്നേഹവും നിറഞ്ഞ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, ഒരുപാട് ആളുകൾ പ്രത്യേകമായി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട്. സർവശക്തനായ അല്ലാഹു അവരുടെ മുറാദുകളൊക്കെ ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ. എന്ത് പ്രയാസങ്ങളും എന്ത് ബുദ്ധിമുട്ടുകളാണെങ്കിലും തീർത്ത് ഒരു ഖൈറിൻ്റെ വഴി പടച്ച റബ്ബ് എളുപ്പമാക്കി കൊടുക്കട്ടെ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സൗന്ദര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. നമുക്കറിയാം, രണ്ട് കാര്യത്തിനാണ് നാം പൈസ ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒന്നാമത്, ഏതൊരു മനുഷ്യൻ്റെയും മനസ്സിൽ ആഗ്രഹമാണ് ഒന്ന് സൗന്ദര്യവാനാവുക എന്നുള്ളത്. രണ്ടാമത്തത് ഭക്ഷണം. അത് എത്രയും ചെലവഴിക്കാൻ മടിയില്ല. ഈ രൂപത്തിൽ വിപണിയിൽ അതെല്ലാം വലിയ കച്ചവടങ്ങളുമാണ്. ഹോസ്പിറ്റലുകൾ നിറഞ്ഞു കവിഞ്ഞു, ഹോട്ടലുകൾ നിറഞ്ഞു കവിഞ്ഞു. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഏതൊരു മനുഷ്യന്റെ ശരീരത്തിൽ അവൻ ആഗ്രഹിക്കുന്ന രൂപത്തിൽ അവൻ്റെ ശരീരമാകണമെന്ന് എല്ലാവരും ചിന്തിക്കും. നമുക്കറിയാൻ പറ്റും, ആരംഭ പൂവായ മുത്തള്ളി മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നല്ല സൗന്ദര്യമുള്ള ആളായിരുന്നു. ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാല. അല്ലാഹു നല്ല സൗന്ദര്യമുള്ളവനാണ്. അല്ലാഹു സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്നു. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ വൃത്തിയിലും സൗന്ദര്യത്തിലും അവൻ്റെ വേഷവിധാനം നന്നാക്കിക്കൊണ്ട് ജീവിക്കുക എന്നുള്ളത് ഈമാനിൻ്റെ ഒരു ഭാഗമാണ്. ഏത് സൗന്ദര്യം? ഒരു വൃത്തി എന്നുള്ളത്. ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീന വയുഹിബ്ബുൽ മുതതഹിരീൻ. വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു പക്ഷാതാപത്തെ ഇഷ്ടപ്പെടുന്നു, അതുപോലെ വൃത്തിയെയും അല്ലാഹു ഇഷ്ടപ്പെടുകയാണ്. ആ വൃത്തിയിൽ നടക്കുക, ആ വൃത്തി എന്നുള്ളത് ഈമാനിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. ബഹുമാനപ്പെട്ട പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുന്നതും ആ വൃത്തിയിൽ സന്തോഷത്തോടുകൂടെ ജീവിക്കണമെന്നാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കുതകിയ ഒരു ഭംഗിയുണ്ട്. ആ ഭംഗിയെ കുറിച്ചാണ് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. ഏത് ഭംഗി? അല്ലാഹും അല്ലാഹുവിൻ്റെ റസൂലും ഇഷ്ടപ്പെടുന്ന ഭംഗി. അത് എന്തുകൊണ്ടാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്? നമ്മുടെ മനസ്സിൻ്റെ ഭംഗിയാണ്. ആത്മാവ് നന്നാവണം. ആത്മാവിൻ്റെ ഭംഗിയാണ് മുഖത്തിൻ്റെ ഭംഗി. ഒരു മനുഷ്യൻ അവൻ്റെ മുഖമാകെ കരുവാളിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് അവൻ്റെ മുഖത്തിന് വ്യത്യാസം വന്നു. സ്വഹാബത്ത് കൂട്ടത്തോടുകൂടെ ചോദിച്ചു, നിങ്ങളെ മുഖത്തിന് എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം പ്രകടമായത്? ആ മനുഷ്യൻ പറഞ്ഞ വാക്കാണ് ഈ വിഷയത്തിലെ കാതലായ പോയിന്റ്. ആ മനുഷ്യൻ ആ സ്വഹാബികളോട് പറയുന്നു, സ്വഹാബത്തെ, ഞാൻ എപ്പോഴും ഉളൂഹ് ചെയ്യുന്ന മനുഷ്യനാണ്.
ഞാൻ എൻ്റെ മുഖം കരിവാളിച്ചു കഴിഞ്ഞാൽ അന്ന് മുതൽ ഞാൻ ഉളൂഹിലായിരുന്നു എൻ്റെ ജീവിതം. എൻ്റെ മനസ്സങ്ങ് ശുദ്ധിയായപ്പോൾ, എൻ്റെ ശരീരത്തിൻ്റെ ഉള്ളറങ്ങ് ശുദ്ധിയായപ്പോൾ അല്ലാഹു എൻ്റെ മുഖത്തിന് വെളിച്ചം തരുന്നു. ആ മനുഷ്യനിക്ക് ഭംഗിയുണ്ടായത് ഉളൂഹിലൂടെയാണ്. അയാളുടെ മുഖത്തിൻ്റെ ഭംഗി അങ്ങനെയാണ് അല്ലാഹു വർദ്ധിപ്പിച്ചത്. ഞാനൊരു മരുന്ന് പറഞ്ഞു തരും. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് ഞാനൊരു മരുന്ന് പറഞ്ഞു തന്നിട്ടാണ് ഈ പ്രഭാഷണം അവസാനിപ്പിക്കൂ. എല്ലാവർക്കും ഭംഗിയാണ്. ഇന്ന് സ്കിന്നിൻ്റെ ഡോക്ടർമാരെടുത്ത് ഒരുപാട് ആളുകളാണ്. അതിന് എത്ര പൈസയും നമ്മൾ ചിലവാക്കും, എത്ര പൈസയും ചിലവാക്കും. എന്തൊക്കെയാണോ ടിപ്സുകൾ, എന്തൊക്കെയാണോ അതിനുള്ള മരുന്നുകൾ, എന്തൊക്കെയാണോ ചേരുവകൾ, അതെല്ലാം എവിടെ പോയിട്ടാണെങ്കിലും വാങ്ങാൻ നമ്മൾ തയ്യാറാകും, പൈസയും ചെലവാക്കും. അതിനെന്താ നമ്മുടെ ആവശ്യം? നമ്മളെ മുഖത്ത് വലിയ സൗന്ദര്യം ഉണ്ടാവണം. എന്നാൽ മുഖത്ത് സൗന്ദര്യം ഉണ്ടാവാൻ ഒരു മരുന്ന് ഞാൻ പറഞ്ഞു തരാം. ഞാനൊരു മരുന്ന് പറഞ്ഞു തരും. ഒരു അമലിൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ആ മുഖത്തങ്ങ് തേച്ചു പോയാൽ, ആ മരുന്ന് പൊട്ടിച്ചിട്ട് മുഖത്തങ്ങ് തേച്ചാൽ നല്ല സൗന്ദര്യമുണ്ടാകുമെന്ന് മഹത്തുക്കൾ പറയുന്നു. ആ മരുന്ന് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, രക്ഷിതാക്കളോട്, സഹോദരിമാരോട്, ചെറുപ്പക്കാരോട് ഞാൻ പറഞ്ഞു തരാൻ പോവാ. നമ്മുടെ ഖൽബ് നന്നാവലോടുകൂടെ, നമ്മുടെ ഹൃദയം നന്നാവലോടുകൂടെ, നമ്മുടെ ശരീരം നന്നാവലോടുകൂടെ മുഖത്തിൽ ഈമാനിൻ്റെ പ്രഭ വരും. ചില ആളുകളെ കാണാൻ എന്ത് സൗന്ദര്യമാണ്! നിറമല്ല, വെളുത്തത് കൊണ്ടല്ല, അയാൾ നല്ല കറുത്തത് കൊണ്ടല്ല, നല്ലൊരു മുഖസ്റ്റൈലുണ്ടാകും. കാരണം എന്തുകൊണ്ടാ? അയാളെ മുഖത്തേക്കങ്ങ് നോക്കിപ്പോയാൽ നെറ്റിത്തടത്തിൽ നിസ്കാരത്തയമുണ്ട്, നല്ല താടി വച്ചിട്ടുണ്ട്, അയാളെ മുഖത്തൊരു പ്രത്യേകമായ പ്രകാശം വെളിവാകുന്നു. എന്തേ കാരണം? നമ്മൾ തന്നെ ചർച്ച ചെയ്യാറില്ലേ? അയാളെ മുഖത്തു വല്ലാത്ത ഈമാനാണ്, അയാളെ മുഖത്തു വല്ലാത്ത സൗന്ദര്യമാണ്, അയാളെ മുഖത്ത് നോക്കിയാൽ അറിയാം അയാൾ നല്ല മനുഷ്യനാണ്, അയാൾ സ്വഭാവമുള്ള മനുഷ്യനാണെന്ന് അയാളെ മുഖത്ത് നോക്കിയാൽ അറിയാമെന്ന് പല ആളുകളെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. അത് എന്തുകൊണ്ടാ? അയാളുടെ ഖൽബ് നന്നായതുകൊണ്ടാണ്. അയാളുടെ ഖൽബ് നന്നായതുകൊണ്ടാണ്. ആരെയും ചതിക്കാത്ത ഖൽബ്, ഒരു മുനാഫിഖിന്റെ ലക്ഷണമില്ലാത്ത ഖൽബ്. 4 ഖൽബിന് സൗന്ദര്യമുണ്ട്. ഒന്നാമത്തത് ആരെയും ചതിക്കാത്ത ഖൽബ്, രണ്ടാമത്തത് മുനാഫിക്കിന്റെ ലക്ഷണമില്ലാത്ത ഖൽബ്, മൂന്നാമത്തെ ഖൽബ് ഞാൻ പറയട്ടെ. മൂന്നാമത്തെ ഖൽബ് ഏതാണ്? എപ്പോഴും ഉളൂഹ് ചെയ്യുന്ന ഖൽബുണ്ടോ, ആ ഉളൂഹ് ചെയ്യാനുള്ള മനസ്സുള്ള ഖൽബുണ്ടോ, മുഖത്ത് സൗന്ദര്യമുണ്ടാകും. നാലാമത്തെ ഖൽബ് ഏതാണെന്നറിയോ? അമലിനോട് ജിജ്ഞാസയുള്ള ഖൽബ്. ആ ഖൽബിനും മുഖത്തിലുള്ള ഹൃദയശുദ്ധി വരും. ഹൃദയശുദ്ധി വന്നാൽ മുഖത്തിന് സൗന്ദര്യം കൂടും. ഹൃദയവും മുഖവും നല്ല ബന്ധമുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, മുനാഫിക്കിന്റെ ലക്ഷണമുണ്ടാവരുത്. അതുപോലെ ഒരാളെയും ചതിക്കണമെന്നുള്ള മനസ്സുണ്ടാവരുത്. എപ്പോഴും ഉളൂഹ് ചെയ്യുന്ന അവസ്ഥ നമ്മളിൽ ഉണ്ടാവണം. ഇങ്ങനെ നമ്മുടെ ഖൽബൊന്ന് മാറിപ്പോയാൽ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മുടെ മുഖത്ത് സൗന്ദര്യം വർദ്ധിക്കാൻ കാരണമാണ്. അല്ലാഹു നമുക്ക് നല്ല ഇസ്സത്തോടുകൂടെ റാഹത്തോടുകൂടെ ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ഞാൻ ആ മരുന്ന് പറഞ്ഞുകൊണ്ട് നിർത്താൻ പോവുകയാണ്. ആ മരുന്ന്, ആ അമല് ഞാൻ പറഞ്ഞു തരാൻ പോവുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, നമ്മൾ വല്ലാത്ത പ്രയാസം വരും.
എത്ര ആളുകളാ ടെൻഷൻ അടിച്ചിട്ട് നമ്മളെ മുമ്പിലേക്ക് വരുന്നത്. തങ്ങളെ പെട്ടെന്നൊരു കല വന്നതാ, മുഖത്താകെ കരിവാളിച്ചു പോയി. തങ്ങളെ ചെറിയൊരു കുരു വന്നതാ, ഇപ്പോൾ മുഖം കാണാൻ കഴിയുന്നില്ല. അതുപോലെ തങ്ങളെ ഒരാള് കല്യാണം കഴിക്കാനായിട്ടുണ്ട്, മകള് കല്യാണം കഴിക്കാനായിട്ടുണ്ട്. പക്ഷേ അവളുടെ മുഖത്ത് വല്ലാത്ത മുഖക്കെട്ടാകുന്നു. ഒരാൾ കാണാൻ വന്നാൽ അവളാകെ അങ്ങോട്ട് കോലം കെടും. ഇങ്ങനെ പ്രയാസം അനുഭവിക്കുന്നവരുണ്ടോ? മുഖക്കുരുവിൻ്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ടോ? മുഖത്ത് കരിവാളിച്ചയുള്ളവരുണ്ടോ? മുഖത്തിൻ്റെ സൗന്ദര്യം കുറഞ്ഞു എന്ന് തോന്നുന്നവരുണ്ടോ? ഉമ്മാ പെങ്ങളെ, ഇന്ന് സോഷ്യൽ മീഡിയകളിലൂടെ കണ്ടുവരുന്ന മരുന്ന് നമ്മുടെ ശരീരത്തിലേക്ക്, നമ്മുടെ സ്കിന്നിലേക്ക് അങ്ങ് പുരട്ടിയാൽ അത് അപകടമാണ്, അപകടമാണ്. ആ പരസ്യത്തിൻ്റെ പിന്നാലെ പോവല്ല, ആ പരസ്യത്തിൻ്റെ പിന്നാലെ പോവല്ല. കാരണം എന്തുകൊണ്ടാണ്? നമ്മളെ സ്കിന്നും അതുപോലെ പരസ്യക്കാരൻ്റെ സ്കിന്നും രണ്ടാണ്. അവിടെ നാം ചിന്തിക്കണം. അത് നല്ല ഡോക്ടറെ കാണണം. നമ്മൾ അങ്ങനെ വല്ലാത്ത പ്രയാസങ്ങളും കഷ്ടങ്ങളും വന്നാൽ നമ്മളെ ഹോർമോണും മറ്റുള്ളവൻ്റെ ഹോർമോണും വ്യത്യാസമുണ്ട്. നമ്മുടെ ശരീരത്തിലെ എണ്ണമഴക്കവും നമ്മുടെ ശരീരത്തിൻ്റെ കോല വ്യത്യാസങ്ങളും, പല രൂപങ്ങളിലുള്ള മരുന്നുകൾ നമ്മുടെ ശരീരത്തിന് ചേരൂല. അതുകൊണ്ട് ശ്രദ്ധിക്കണേ. ഞാനൊരു മരുന്ന് പറയാൻ പോവുകയാണ്. നല്ല നെയ്യത്തോടുകൂടെ ഒരാളങ്ങ് ചെയ്തു പോയാൽ, പടച്ചവനെ, ഇത് തങ്ങൾ പറഞ്ഞ വിശുദ്ധമായ ഖുർആനിലുള്ള മരുന്നാണ്, അതുകൊണ്ട് എൻ്റെ രോഗം മാറുമെന്ന നെയ്യത്തോടുകൂടെ ഒരാളങ്ങ് ഈ അമലങ്ങ് ചെയ്തു പോയാൽ, ഉമ്മാ സഹോദരി, ചെറുപ്പക്കാരാ, നിന്റെ മുഖത്ത് വല്ലാത്ത സൗന്ദര്യമായി തീരും. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഞാൻ ആ അമലങ്ങ് പറയാൻ പോവുകയാണ്. നല്ല ആത്മാർത്ഥതയോടുകൂടെ ഞാൻ പറയുന്ന അമലങ്ങ് ചെയ്തു പോയാൽ നിങ്ങളെ മുഖത്ത് സൗന്ദര്യം വരും. ആ കറുത്ത പാടുകൾക്ക് വിട പറയും. അതുപോലെ മുഖക്കുരു മാറാൻ കാരണമാകും വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുന്നൂർ. മറന്നു പോവണ്ട സൂറത്തുന്നൂർ. ആ സൂറത്തുന്നൂറിലെ 35-ാമത്തെ ആയത്ത് എടുക്കുക. ഈ സ്ക്രീനിൽ കാണുന്ന ആയത്ത്, 35-ാമത്തെ ആയത്ത് എടുത്തിട്ട് ഒരു 6 തവണ ഓതിയിട്ട് കയ്യിൽ മന്ത്രിച്ചിട്ട് മുഖത്ത് തടവുക, മുഖത്ത് തടവുക. രണ്ടാമത്തൊരു കാര്യമുണ്ട്. ഏതെങ്കിലും നിസ്കാരത്തിന് ശേഷം, നമുക്ക് സൗകര്യമാകുന്ന നിസ്കാരത്തിന് ശേഷം ഒരു 11 വട്ടം യാ നൂറു യാ അല്ലാഹ് എന്ന അമല് എന്ന ഇസ്മങ്ങ് ചൊല്ലിയിട്ട് നമ്മളെ കയ്യിലങ്ങ് ഊതിയിട്ട് നമ്മളെ മുഖത്തങ്ങ് തടവിയാൽ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി, എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളെ, സൗന്ദര്യം വർദ്ധിക്കാൻ കാരണമാണ്. ഇത് വെറുതെയാകില്ല, ഇത് വെറുതെയാകില്ല. ഞാനിത് പറയാനുള്ള കാരണം എന്തുകൊണ്ടാ? എന്തിനാ ഉസ്താദേ സൗന്ദര്യം? മണ്ണുക്ക് വെക്കാനുള്ള ശരീരമല്ലേ, ഇതൊക്കെ പോവാനുള്ളതല്ലേ. ആ സൗന്ദര്യത്തിൻ്റെ വാഴ എന്തിനാ നിങ്ങൾ പറയുന്നത്? ഞാൻ പറയുന്നത് വിശുദ്ധമായ ഖുർആൻ കൊണ്ട് അമല് ചെയ്യുന്നവരോടാണ്. അതുപോലെ ഇതുമായി നല്ല വിശ്വാസമുള്ളവരോടാണ്. എന്നെ ഫോളോ ചെയ്തിട്ട് എൻ്റെ പ്രഭാഷണം കേൾക്കുന്നവരോടാണ് ഞാൻ ഈ അമല് പറയുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒന്നും കൂടി ഞാൻ പറയുന്നു. സൂറത്തുന്നൂറിലെ 35-ാമത്തെ ആയത്ത്, യാ നൂറു യാ അല്ലാഹ്. ഇത് വിശുദ്ധമായ ഖുർആൻ കൊണ്ട് അമല് ചെയ്യലാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇൻഷാ അല്ലാഹ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.